ചെമ്പിരിക്ക മംഗളൂരു ഖാസി CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 100 ദിവസം പിന്നിട്ടു. ആക്ഷൻ കമ്മിറ്റിയുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിലാണ് സമരം. കഴിഞ്ഞ 100 ദിവസമായി കാസർഗോഡ് ദേശീയപാതയോരത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. ചെമ്പിരിക്ക ഖാദിയുടെ മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയുമാണ് ഈ സമരം നടത്തുന്നത്. 2010 ഫെബ്രുവരി 15 പുലർച്ചെയാണ് അബ്ദുള്ള മൗലവി ചെമ്പിരിക്ക കടുക്കക്കല്ലിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു. തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. ആത്മഹത്യ എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം. ഇതിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നു. ഇതിനെ തുടർന്ന് കേസ് CBIക്ക് കൈമാറി. 1.5 വർഷത്തെ അന്വേഷണത്തിന് ശേഷം CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും കണ്ടെത്തലുകളെ ശരിവെക്കുന്നതായിരുന്നു CBIയുടെ റിപ്പോർട്ട്. ഇതിനെതിരെയും പരാതിയുണ്ടായി. ഇതോടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം CBIയുടെ സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തി. ഇതിലും പുതുതായൊന്നും കണ്ടെത്തിയില്ല. 77ാമത്തെ വയസ്സിൽ പരസഹായമില്ലാതെ പാറക്കല്ലുകളുടെ മുകളിൽ കയറിയെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തെ തള്ളിക്കളയുകയാണ് ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും. CM ഉസ്താദിന്റെ ഘാതകരെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന CBI ആ CBIയുടെ റിപ്പോർട്ടിൽ തൃപ്തിയില്ല എന്നും തുടർന്ന് പുതിയ ഒരു ടീമിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ സമരം ആഹ്വാനം ചെയ്യുന്നതും ഈ സമരം ആവശ്യപ്പെടുന്നു. പ്രത്യേക സംഘം അന്വേഷണം നടത്തി CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അകറ്റണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. മീഡിയ 1 കാസർഗോഡ്.